Hi friends! അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ്. പൈനാപ്പിൾ പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ സദ്യയിലൊക്കെ കിട്ടുന്ന ഒരു മധുരക്കറി ഉണ്ടാവില്ലേ, പൈനാപ്പിൾ മുന്തിരിയൊക്കെ വെച്ചിട്ടൊരു മധുരമുള്ള കറി. അപ്പോൾ അതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് റെസിപ്പീസ് സദ്യ സ്പെഷ്യലിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും വേണം. എല്ലാ വീഡിയോസും മുഴുവനും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം, മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ പൈനാപ്പിൾ പച്ചടി എങ്ങനെയാ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാൻ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുള്ളത്. എപ്പോഴും നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് അതിന്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പൊ എനിക്ക് കിട്ടിയത് പഴുത്താണ്, പക്ഷെ ഒരു കളറ് പുറത്തേക്ക് അങ്ങനെ കാണില്ല. എന്നാൽ നല്ല പഴുത്തിട്ടുണ്ട് പൈനാപ്പിൾ, നല്ല മധുരമുള്ള പൈനാപ്പിളാ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് അതിന്റെ സൈഡ് മാത്രം എടുക്കുന്നുള്ളൂ. നടുക്കിലത്തെ ആ കൂണ് പോലെ സംഭവം നമ്മൾ എടുക്കില്ല. അതൊരു ചൊറിച്ചില് പോലെ ഫീൽ ചെയ്ത് കഴിക്കുന്ന നല്ലതല്ല എന്നാ പറയാം. അപ്പൊ നമ്മളത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട്. കണ്ടില്ലേ, ഞാൻ ഈ ഒരു വലിപ്പത്തിലെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അധികം വലിപ്പമാവാതിരിക്കുന്നല്ല, ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ സാധാ ഒരു പാത്രത്തിലാണ്, ഒരു പാനിലാണ് ഇത് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാം. കുക്കറിലാണെങ്കിൽ 2 വിസില്, അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് 2 വിസില് മാത്രം കളഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ആ പീസ് മുഴുവൻ ഈ പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 250 ml കപ്പാണ്. അതിൽ ഒരു കപ്പ് നിറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം. നമുക്ക് ഇതിലൊന്നും ഇടണ്ട, ജസ്റ്റ് നല്ലോണം മൂടി വെച്ചിട്ട് നല്ലോണം വേവിക്കണം. പിന്നെ കുക്കറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അതാ നല്ലത്. അപ്പൊ ഒരു 2-3 വിസിൽ കളയാം. ഇനി നമുക്ക് അത് വെവുന്ന സമയം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചെറിയതെടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് അടുത്തായിട്ട് 2 പച്ചമുളക്, ഞാൻ ഒരു മീഡിയം സൈസിൽ 2 പച്ചമുളകാണ്. ഇപ്പൊ നല്ല എരിവാണെങ്കിൽ ഒരു 3 എണ്ണൊക്കെ ആവാം. എരി കുറവ് മതിയെങ്കിൽ ഒരെണ്ണയും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു നുള്ള മാത്രം കടുക് അധികം കൂടണ്ട. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ ഇട്ടിട്ടില്ല, അതിന് കുറച്ച് കുറവേ ഇട്ടിട്ടുള്ളൂ കടുക്. അതേ എമൗണ്ടിൽ തന്നെ ജീരകം ആഡ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്യാൻ കുഴപ്പമില്ല. വളരെ കുറച്ച് ആഡ് ചെയ്യുന്ന എപ്പോഴും ടേസ്റ്റ്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് പൈനാപ്പിൾ ഒന്ന് വെന്തോ നോക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ ഏകദേശം ഒക്കെ വന്നിട്ട് ഒരു 3/4 വേവായിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം വെന്തിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യണം. നമ്മളിപ്പോ വെറുതെ പൈനാപ്പിൾ മാത്രമല്ല വേവിച്ചത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം, കൂടരുത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ അരപ്പിലും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 1/4 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി, അധികം വേണ്ട. പിന്നെ ഞാനിവിടെ 1/4 ടീസ്പൂണിൽ താഴെ ഒരു നുള്ളു മാത്രം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അധികം ആഡ് ചെയ്യരുത്, മുളക് പൊടി സ്മെല്ല് വരരുത് കറിക്ക്. ഇനി ഞാൻ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൈനാപ്പിൾ കറിയിൽ എനിക്ക് നല്ല മധുരമുള്ള കറി എനിക്ക് ഇഷ്ടം. ഇപ്പൊ നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ ആയാലും ആഡ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴും ഈ കറിക്ക് നല്ല മധുരമുള്ള ടേസ്റ്റ്. അപ്പൊ ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ നിറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലത്തെ ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. കാരണം നമ്മളുടെ പൈനാപ്പിൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി മാത്രം നമ്മള് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പൊ ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വരും. തീരെ വെള്ളം പാടില്ല ഇതില്, അത് ശ്രദ്ധിക്കണം. ഇപ്പൊ കണ്ടില്ലേ, നല്ലോണം ഡ്രൈ ആയി തുടങ്ങി. നമ്മളുടെ പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി. നമ്മളിട്ട മുളക് പൊടിയും ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ അതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം വെന്തിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലോണം വേവാൻ ശ്രദ്ധിച്ചോളൂ. നല്ലോണം വെന്തില്ലെങ്കിൽ അത് ഒരു കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നല്ലോണം വെന്തിട്ടുണ്ട് പൈനാപ്പിള്. പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം, എപ്പോഴും നല്ലതാണ്. ആ പൈനാപ്പിളൊക്കെ നല്ലോണം അലിഞ്ഞു പോകാതിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അരപ്പുണ്ടല്ലോ, ആ തേങ്ങയും അതുപോലെ തൈരും ഒക്കെ കൂടിയിട്ടുള്ള അരപ്പ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലോണം ഫൈനായിട്ട് അരയ്ക്കാൻ ശ്രദ്ധിച്ചോളാം. തീരെ തരിതരികൾ പാടില്ല, നല്ല ഫൈനായിട്ട് അരയ്ക്കണം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ
തേങ്ങയുടെയും അതുപോലെ തൈരിന്റെയും പിന്നെ കടുക് ജീരകം അതൊക്കെ ഇടുക. അതിന്റെ ഒക്കെ ഫ്ലേവർ ഈ പൈനാപ്പിൾ കൂടി ഒന്ന് തട്ടുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്യാം. അതുപോലെ ഇത് ഒന്ന് തിളപ്പിക്കണം. തിള വന്നതിന് ശേഷം മാത്രം ഓഫാക്കാൻ പാടുള്ളൂ. തേങ്ങയൊക്കെ ഇട ശേഷം തിളച്ചില്ലെങ്കിൽ ആ തേങ്ങയുടെ പച്ചമണം ഉണ്ടാവും. അതുപോലെ തൈരാണെങ്കിൽ പിരിഞ്ഞു പോകുന്നില്ല, ഒന്നും പേടിക്കണ്ട. നമ്മളൊന്ന് തിളച്ചാലേ മാത്രമേ കറിക്ക് നല്ല കളറും കിട്ടുള്ളൂ, അതുപോലെ കറിക്ക് ടേസ്റ്റും വരുള്ളൂ. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. കണ്ടിപ്പോ ഏകദേശം തിളച്ച് തുടങ്ങി നമ്മുടെ കറി. ഇനിയിപ്പോ അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് മുന്തിരി, കറുത്ത മുന്തിരി, കുരില്ലാത്ത മുന്തിരി എപ്പോഴും ഇടയാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ നല്ല കറുത്ത കുരില്ലാത്ത മുന്തിരി ഇടതിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മുന്തിരി എപ്പോഴും ലാസ്റ്റ് ആണ് ഇടയാൻ പാടുള്ളൂ. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം മാത്രം മുന്തിരി ഇടയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചിടണം. അപ്പൊ ഇത് സൈഡിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പൊ കടുക് താളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ട് അതിക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തെടുക്കാം. എപ്പോഴും കോക്കനട്ട് ഓയിൽ എപ്പോഴും താളിക്കാനാണ് എല്ലാത്തിനും നല്ലത്. അപ്പൊ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തു. അതിക്ക് ഒരു ടീസ്പൂണോളം കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് അതിക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഞാനൊരു 4 വറ്റൽമുളക് ഇതുപോലെ നടുകീറിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ, 1/4 ടീസ്പൂൺ താഴെ, അധികം വേണ്ട, ഉലുവ ആഡ് ചെയ്തു. ഇനി നമുക്ക് അതിക്ക് വേണ്ടത് കറിവേപ്പില. ഞാൻ ഒരു 2 കറിവേപ്പില ഇതേപോലെ ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ആ മുളകൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആവണം. നല്ലോണം മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ കടുക്ക നല്ലോണം പൊട്ടി മുളകൊക്കെ മൂത്ത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് നേരത്തെ കറിക്കൊന്ന് താളിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളുടെ പൈനാപ്പിൾ പച്ചടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മധുരക്കറി ഇടത്. അപ്പോ നമുക്ക് അതേപോലെ തന്നെ മൂടി വയ്ക്കാം കുറച്ചു നേരം. അതിനുശേഷം മാത്രം സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മളുടെ സദ്യയിലത്തൊക്കെ മെയിൻ താരമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും ഈ പൈനാപ്പിൾ പച്ചടി. സദ്യയിലത്തേക്ക് ഒരു മധുരക്കറി അല്ലേ ഇത്. അപ്പൊ ഒരുവിധം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട കറിയായിരിക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.